ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. പിള്ളേരെ വേഗം ആവട്ടെ. ഫാസ്റ്റ് അപ്പി. ആ അവിടെ വയ്യപ്പി. വേഗം റെഡിയാകട്ടെ, പോണം. അപ്പൊ നിങ്ങള് കള്ളന്മാര് മാത്രല്ല പിച്ചക്കാരും കൂടിയാണല്ലേ? പിച്ചക്കാരൻ നിന്റെ തന്ത. ഞങ്ങളൊക്കെ അന്തസ്സായിട്ട് മോഷ്ടിക്കുന്നവരാ, അല്ലാതെ തെണ്ടികളല്ലടാ. മോഷ്ടിച്ചിട്ടാണോ അന്തസ്സായിട്ട് ജീവിക്കുന്നത്? ഊപ്പേ, ഞങ്ങൾ പറയുന്ന അനുസരിച്ച് നിന്നാ മതി കേട്ടാ. വലിയ വർത്താനൊന്നും പറയണ്ട. അയ്യോ, ഒന്ന് വേഗമായിട്ടെ മല്ലേശ്വരി. പോലീസ് പിടിക്കാത്ത സ്ഥലം നോക്കണം. ആ പോലീസ് നമ്മളെ ഒട്ടും ശല്യം ചെയ്യാത്തൊരു സ്ഥലമുണ്ട്. അതെവിടെയാടി? ലോക്കപ്പ്. അവിടെ ആവുമ്പോ 3 നേരം ഞമ്മ കിട്ടും. ലോക്കപ്പിലൊക്കെ എന്റെ പട്ടി വരും. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് എപ്പോഴും കടന്ന് അവരെന്തായിരിക്കും? ചേട്ടാ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്താടാ മോനെ? നിങ്ങളുടെ തന്ത ആരാന്നായിരിക്കും. ആരുടെയെങ്കിലും പേര് പറഞ്ഞുകൊണ്ട് കൊച്ചല്ലേ, മനസ്സിലാവൂല. അതെനിക്ക് നേരത്തെ മനസ്സിലായി. പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥിരമായിട്ട് താമസിച്ചൂടെ? എടാ, സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് സ്ഥലമില്ലെന്നാ നീ പറയുന്നത്? സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ 10 സെന്റ്, KSRTC ബസ് സ്റ്റാൻഡിൽ 8 സെന്റ്, എറണാകുളം മൈറഗാസ് കോളേജ് ഗ്രൗണ്ടിൽ എത്ര സെന്റ് വേണമെന്ന് മേയർ ചോദിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞവനാണ് ഞാൻ. MG റോഡിന്റെ വക്കിലേ. ഈ ചെറുക്കൻ സ്വപ്പ പെശകാണെന്നാണ് തോന്നണേ. കൂടെ കൊണ്ടുവടന്ന കൊടുക്കാൻ പാരയാവോ? എടി, ഇവൻ മറ്റു 4 പേരെ പോലെ കഴുതയല്ല, 10 വയസ്സ് കൂടുതലാ. എന്തോന്ന്? തലയിൽ ഇത്തിരി കൂടുതലുണ്ടെന്ന്. മുടിയാ? എങ്കി പിന്നെ മുട്ടയടിച്ചങ്ങ് വിട്ടുകളയാന്ന്. മുടിയല്ലടി, ബുദ്ധി. ഓ, നിങ്ങൾക്കില്ലാത്ത സാധനം. എടി, ഇവനെ കൂടി നമ്മുടെ പ്രൂഫിൽ പെടുത്തിയാൽ നമ്മുടെ ബിസിനസ് കുറച്ചുകൂടി ബലപ്പെടുത്താൻ സാധിക്കും. മൊണ്ണയാണെങ്കിലും നിങ്ങളുടെ തല. കൊച്ചേ, ഇനി മുതൽ നീ ഈ 4 പിള്ളേരും ഒന്നാണ്. 4 1 5 അല്ലേ? അയ്യോ, ഒറ്റ കെട്ടായിരിക്കണമെന്ന് പറഞ്ഞാണ് മനുഷ്യ. അമ്മോ, ഇങ്ങനെ ഒരു രാപകലില്ല അധ്വാനിക്കുന്നവരുടെ കമ്പനിയാണിത്. ഇവിടെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന ജോലി, അത് തെണ്ടലായാലും മോഷണമായാലും കൃത്യമായി ചെയ്ത് കാശ് ഞങ്ങൾ ഏൽപ്പിക്കണം. നിനക്കുള്ള കമ്മീഷൻ തരും. അത് മോശമല്ലേ? എന്ത് കമ്മീഷൻ കിട്ടണം? വേണ്ടെങ്കിൽ വേണ്ട. ഇവന് കമ്മീഷൻ വേണ്ട. മനുഷ്യ വെയില് മൂക്കുന്നു. ആ, എല്ലാം എടുത്തോടാ, ഞാൻ വണ്ടി ഇറക്കാം. ജീവിക്കാനായി ഒരുപാട് പണിയെടുത്തു. അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കുത്തുവാളയെടുത്ത് ഞാൻ ഒരു പരുവത്തിലായി. അവസാനത്തെ ശ്രമമെന്ന നിലയിൽ അരിമേടിക്കാൻ പഞ്ചർ പ്രദേശ് എന്നൊരു പുതിയ പ്രസ്ഥാനം ഞാൻ തുടങ്ങുകയാണ്. ഇതെങ്കിലും ഒന്ന് പച്ച പിടിക്കാൻ അനുഗ്രഹിക്കണമേ. ഏയ്, ആർക്കും സംശയം തോന്നരുത്. പശു അപ്പിടുന്നത് പോലെ വേണം ഇട്ടിട്ട് പോകാൻ. എന്നാ പിന്നെ പശുവിന് വാടകയ്ക്കെടുക്ക്. വാ. ദൈവമേ, ആദ്യമായിട്ട് ഒരു മലങ്കോള് തന്നെ കിട്ടണേ. പശുവിനേക്കാൾ നല്ലത് പോത്താണ്. അതുകൊണ്ടല്ലേ ആശ നിന്നെ തന്നെ ഈ പണി ഏൽപ്പിച്ചത്. ഇടാ, വാഴ പിടിക്കാണ്ട് അള്ളു വെക്കാൻ പോത്തെ. വണ്ടി ഒന്നും കാണാനില്ലോടാ. എടാ, വണ്ടിക്കാരെ ക്യാൻവാസിൽ ഒരാളെ നിർത്തിയിട്ടുണ്ടല്ലോ, ജാക്കി. അവനത് ചെയ്തോളും. നീ വന്നേ. ഈ ഡ്രൈവർമാർ തെണ്ടികൾ ഇങ്ങനെ തുടങ്ങിയാൽ ബാക്കിയുള്ളവൻ എങ്ങനെ ജീവിക്കും? എന്റെ കർത്താവേ. എന്തൊരു ഗതികേട്. ഇനിയിപ്പോ എന്താണോ ചെയ്യാ? ഞാനെന്ത് ചെയ്യാനാ? എന്ത് പറ്റി സാർ? പഞ്ചറായി. ഭാഗ്യം. അല്ല, ഇവിടെ വെച്ച് പഞ്ചറായത് ഭാഗ്യം. തൊട്ടപ്പുറത്താണെങ്കിൽ വലിയൊരു കാന ഉണ്ടായിരുന്നു. ആ കാനയിലേക്ക് ജീപ്പ് പറഞ്ഞ് സാറിന് എന്തെങ്കിലും അപകടം പറ്റുമെന്നൊരു പേടി. അങ്ങനെ ഒരു ഭാഗ്യം. സാറ് ഇനിയിപ്പോ പഞ്ചർ ഒട്ടിക്കണമെങ്കിൽ 10 കിലോമീറ്റർ അപ്പുറത്തെങ്ങാണ്ട് ഒരു കടയുള്ളൂ സാർ. സാറേ, ഈ സ്റ്റെപ്പിനില്ലയോ? അല്ല, സ്റ്റെപ്പിന് ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം പഞ്ചറായിട്ടുള്ള ടയർ മാറ്റി സ്റ്റെപ്പിന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പിനും കൂടി പഞ്ചറായിട്ട് ആ 2 പഞ്ചറായിട്ടുള്ള ടയർ ഉരുട്ടിക്കൊണ്ട് ഏതെങ്കിലും പഞ്ചർ വർക്ക്ഷോപ്പിലേക്ക് സാറ് പോയി. സൂപ്പറായിട്ട് പഞ്ചർ ഒട്ടിക്കുന്ന ടീം ഇവിടെ അടുത്തുണ്ട് സാർ. ഞാൻ പോയി വിളിച്ചോട്ടെ. വേഗം വേണം, എനിക്ക് എസ്കോർട്ട് പോകാനുള്ളതാ. സാറ് ആയിക്കോട്ടെ, എവിടെ വേണം. നമുക്ക് കാശ് എന്താ പറഞ്ഞേ? ഞാൻ പോയി വിളിച്ചോണ്ടേ സാർ. ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് ഒരു വണ്ടിയും പഞ്ചർ ഒട്ടിക്കാൻ കാണുന്നില്ലല്ലോ. ഇത് ഇന്ന് തന്നെ പൂട്ടേണ്ടി വരും. നീ എവിടാ ചാണകം വിട്ടത്? ഞാനല്ല, പശുവാണ് ചാണകം വിട്ടത്. അതല്ലടാ, റോഡിൽ തന്നെ അല്ലേ ചാണകം വിട്ടത്? പിന്നെ ഓട്ടോറിക്ഷ മുതൽ തമിഴം പാണ്ടി ലോറി വരെ കയറാൻ പാകത്തിലാണ് സംഭവം ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ ആശാൻ ഈ വണ്ടിയിൽ ഒന്ന് കയറ്റി നോക്ക്. ആദ്യം ഈ വണ്ടി തന്നെ പഞ്ചർ ആയിക്കോട്ടെ. ആശാനെ, എന്നെ വല്ലതും വീണോ? ഒരു ജീപ്പ് ഒന്ന് കയറിയിട്ടുണ്ട്. ഞാനവരെ പിടിച്ചിരുത്തിരിക്കാം. വേഗം വാ. പഞ്ചർ പ്രദേശ് റെഡി. ജീപ്പിക്കാരെ തുടക്കം മോശമല്ല.
പോലീസ് ജീപ്പാണെന്ന് നേരത്തെ പറയായിരുന്നു എന്താ തെണ്ടി. അതിനെന്താശനെ നമുക്കിട്ട് പണിയുന്നവരില്ലേ, ആദ്യ പണി അവർക്കിട്ട് തന്നെ തുടങ്ങാം. നല്ല ഐശ്വര്യമായിരിക്കും. പണി തുടങ്ങാം. ഗുഡ് മോർണിംഗ് സാർ. സർ, ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി. പഞ്ചർ പ്രദേശ് ഇത് കൊള്ളാമല്ലോ. അതെ സർ, ഇത് ഹൈവേയിൽ മാത്രം കണ്ടുവരുന്ന ഒരു മൊബൈൽ വർക്ക്ഷോപ്പാണ്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ റോഡിൽ വെച്ച് പഞ്ചറായാൽ ഞങ്ങൾ റോഡിലെത്തും. അതെ, കാട്ടിൽ വെച്ച് പഞ്ചറായാൽ കാട്ടിലെത്തും. വീട്ടിൽ വെച്ച് പഞ്ചറായാൽ വീട്ടിലെത്തും. വെള്ളത്തിൽ വെച്ച് പഞ്ചറായാൽ ഇവന്റെ തന്ത എത്തും. പഞ്ചർ എവിടെയുണ്ടോ അവിടെയുണ്ട് പഞ്ചർ പ്രദേശ്. അതെ ഈ പഞ്ചരേന്റെ പിടിച്ച് അല്ല ആശാന പ്രദേശ് റെഡി, പണി തുടങ്ങൂ. ഇവർ തുടങ്ങും. സാറ് എന്ന് കാലി കഴിക്കൊന്നുമില്ല, തീരെ കാല് പോയി ചാടിച്ചിട്ട് വാ. അസനേ, പിന്നൊരു കാര്യം, ആദ്യമായിട്ട് കിട്ടിയ കോളാ. എന്റെ ഷെയർ എനിക്ക് കൃത്യമായിട്ട് കിട്ടണം. ഷേറാ? എടാ, നാട് മുഴുവൻ കള്ള ട്രിപ്പ് അടിച്ചു കിടന്നിരുന്ന നിന്റെ വണ്ടി പോലീസുകാരുടെ ഉത്സാഹപ്പിരിവും RTO ഏമാന്മാരുടെ ഉല്ലാസപ്പിരിവും ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോ വണ്ടി ഓടുന്നതിനേക്കാൾ ലാഭം ഓടാതിരിക്കുന്നതാണെന്ന് പറഞ്ഞ് എന്റെ മുമ്പിൽ വന്ന് നിന്ന് മോങ്ങിയ നിന്നെ ഓച്ചന്തുരത്തിലെങ്ങാണ്ട് ഒരു പഞ്ചർ കട ഇട്ടിട്ട് ഒരു സൈക്കിൾ ടയറിന് പോലും പഞ്ചറൊട്ടിക്കാൻ വശമില്ലാതെ ചൊറിയും കുത്തിയിരുന്ന ഈ സലീമിനെയും കൈവെള്ളയിൽ 500 ഉലുവ എടുത്തു വെച്ച് പൊട്ടം ബിസ്ക്കറ്റ് കണ്ടമാരി എന്ത് ബിസിനസ് ചെയ്യണമെന്ന് അറിയാതെ മേലോട്ട് നോക്കിയിരുന്ന ഈ പീറ്ററിനെയും ചേർത്തിണക്കി പഞ്ചർ ബ്രദേഴ്സ് തുടങ്ങണമെങ്കിൽ എന്റെ ഈ തലയിൽ ഒരു സാധനം ഉണ്ട്. ഉണ്ടാക്കായിരിക്കും. ആ അല്ലടാ, വെണ്ണ. കണക്ക് പറഞ്ഞാൽ 50% ഷെയർ നീ എനിക്കാ തരേണ്ടത്. ഓക്കെ. ആ സാർ, എല്ലാം ചേർത്ത് 150 രൂപ. പിന്നെ സാറിന് പോലീസുകാരൻ അതിന്റെ പേരിൽ 50 രൂപ കുറച്ച് തന്നാ മതി അല്ലേ? അത് മതി. അപ്പൊ 100 രൂപ. 200 രൂപ എന്നാണ് 50 രൂപ കുറച്ചത്. 150 രൂപ എണ്ണി തരണം. പഞ്ചർ ഒട്ടിച്ചതിനും കാശ് കുറച്ചതിനും ഒക്കെ നന്ദിയുണ്ട്. താങ്ക് യു. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പൊ സാർ കാശ് ഏതെങ്കിലും പോലീസുകാരന് എന്തെങ്കിലും കാര്യത്തിന് ആർക്കെങ്കിലും കാശ് കൊടുത്ത കാര്യത്തിന് താൻ കേട്ടിട്ടുണ്ടോ? അല്ല സാർ, 1 മാസം ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാതെ വന്നാലുള്ള അവസ്ഥ? അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഓ, കൈക്കൂലി അല്ലേ? ശരി. മേലെ ഈ ജാതി കേസ് കെട്ടും കൊണ്ടുവന്ന അള്ളു വെക്കുന്ന വണ്ടിക്കായിരിക്കില്ല നിന്റെ. അയ്യോ പാവാ, പുതിയതായിട്ട് കിട്ടിയ പണിയാ, ആദ്യമായിട്ട് കിട്ടിയ ചാൻസും പണവും പോയില്ലേ. ഇനിയിപ്പോ വീട്ടിൽ എങ്ങനെ കാശ് കൊടുക്കും? ഓ, നിങ്ങൾക്ക് 3 പേർക്ക് മാത്രമല്ലേ ഉള്ളൂ വീടും കൂടി. ഞാനൊരു അനാഥനല്ലേ. ശരി, ലൊക്കേഷൻ മനസ്സിലായി? അരിതാമ മനസ്സിലായ? അരിതാമ. ഇനി ആരോഹണത്തിൽ പാടൂ. സബാഷ്. ഇനി അവരോഹണത്തിൽ പാടിത്തണ്ടു. എടാ തോമ, നിന്റെ താമ ശരിയല്ല. എഴുതക്കടാ. എടാ, സ്വരത്തിൽ കയറി പിടിക്കടാ. ഇങ്ങനെ തന്റെ ഒരു ചുക്കം കിട്ടില്ല എനക്ക്. നീ പാടിക്കൊടു. തരിക തരിക നല്ല സാരി തരൂ അമ്മ. സംഗതിയൊക്കെ തറക്കിട്ടില്ല, പക്ഷെ നിന്റെ അമ്മയ്ക്കുള്ളി ശരിയല്ല. എടാ, കഴുത്തോളം വെള്ളത്തിൽ മുങ്ങിയിരുന്ന് വേണം സാധനം ചെയ്യാൻ. സാധനമല്ല മനുഷ്യ, സാധവം. സാധവം. ആ, ഇത് തന്നെ. ഇനി ഓരോരുത്തരും നാളെ ചെയ്യേണ്ട ജോലികളെ കുറിച്ചാണ് അടുത്ത പാഠം. മുസ്തഫ, സ്റ്റാൻഡപ്പ്. എഴുതേക്കടാ. എടാ, നീ നാളെ ബസ്സിലെ കാർഡിയോളജിസ്റ്റാ. എന്ന് വെച്ചാൽ എന്താ? എടാ, ഈ ബസ്സിൽ കാർഡ് ഇട്ട് തെണ്ടുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അതാണ് കാർഡിയോളജിസ്റ്റ്. ആരാ? കാർഡിയോളജിസ്റ്റ്. ആ, എന്താടാ മിഴിച്ചു നോക്കുന്നേ? കേട്ട് പഠിച്ചോടാ തണ്ടി. ഇരിക്കടാ. ലവനെ നമ്മള് ട്രെയിനിൽ പാടാൻ വിട്ടാ മതി. എഴുതേക്കടാ. അപ്പൊ ഏത് പാട്ട് നീ പാടാൻ പോണേ? 1000 പാദസരങ്ങൾ കിലുങ്ങി. സംഗതി കൊള്ളാം, പക്ഷെ പാലക്കാട് വരെ പറ്റൂ. അത് കഴിഞ്ഞാൽ തമിഴ്നാടാ. തമിഴ് വേണം. തമിഴിൽ എങ്ങനെ പാടും? ഇത് തന്നെ പാടാ. 1000 പാദസരങ്ങൾ കിലുങ്കി ആലുവാപ്പുള പിന്നെയും ഒഴുകി ഗമപ്പ ഒഴുകി. അപ്പൊ വണ്ടി ബോംബെ എത്തിയാ ഇന്ത്യക്ക് എന്ത് ചെയ്യും? അതിനു മുമ്പ് പോലീസ് പിടിക്കില്ലേ? എന്തൊരു ബുദ്ധിയാണ് ഈ മെന്റൽ ശക്തി നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ എന്നേ നമ്മൾ ക്രോൺപനെയൊക്കെ ക്രോർപതി ആയി പോയേനെ. അപ്പൊ ഇതുവരെ എനിക്ക് ബുദ്ധിയില്ലെന്നാണ് നീ പറഞ്ഞു. നമ്മളൊരു സത്യം പറഞ്ഞ അത്രേ ഉള്ളൂ അല്ലേ മക്കളെ? സത്യം പറഞ്ഞ നീ സത്യം പറഞ്ഞ ഈ കുടിലിന്റെ മുമ്പിൽ സത്യം പറഞ്ഞ നല്ല മാണിക്കം പോലത്തെ പിള്ളേരെ ചീത്താക്കിയുണ്ടല്ലോ. ചീത്താക്കി എന്തോ ചെയ്യും? കൊല്ലിക്കാനല്ലോ. നിങ്ങളുടെ കയ്യാങ്കളി എന്റെ ഓമ്യങ്ങൾ കാണിക്കരുത്.
കുത്തരുത് കേട്ടോ. കുത്തോ നീ? ഈ മല്ലേശ്വരിയോട് കളിച്ചാലുണ്ടല്ലോ. അയ്യോ, കത്തി അങ്ങ്. ഒന്ന് എടുത്തു തരുമോ പ്ലീസ്? ആ, ധൈര്യം ഉണ്ടെങ്കിൽ എടുത്ത് വാ. ഇന്ന് രണ്ടിലൊന്നും കാര്യം. അയ്യോ, ആ കൊച്ചിനെ അയ്യോ. പോണോ? ദാ അവിടെ നിക്കടാ, ഡേയ്. പോയി പിടിക്കേ. എടാ, നിക്കടാ അവിടെ. നീ എവിടെ പോയിണ്? ഞാൻ എന്റെ പാട്ടിന് പോവാ. പാട്ടിന് പോണ? നീ പാട്ടിന് ഡാൻസിനൊന്നും പോണ്ട. നിനക്ക് പറ്റിയ പണി മോഷണം. ഞാൻ മോഷ്ടിക്കില്ല. ഏ? ഞാൻ മോഷ്ടിക്കില്ലാന്ന്. നിങ്ങൾ അതിനെ പേടിപ്പിക്കാതെ മക്കള് മോട്ടിക്കണ്ട കേട്ടോ. കട്ടാ മതി. പിന്നെ ഈ നിൽക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ. ഇവിടെ കുഞ്ഞങ്ങ് സമ്മതിച്ചേക്ക്. കേട്ടാ? ഷീ കോൺഫിഡന്റ്. സോറി. സമ്മതിച്ചാ? സമ്മതിച്ചടാ? സമ്മതിച്ചേക്ക്. ഓ, നാളെ നിനക്ക് ഞാൻ സ്പെഷ്യൽ ഡ്യൂട്ടി തരാൻ പോവുകയാണ്. പോയി കിടന്ന് നോക്കടാ. ഞങ്ങളിതേ പോവേണേ. എന്റെ മോൻ ഭാവിയിൽ കായംകുളം കൊച്ചിനെ കടത്തി വിട്ട് നോയിക്കോ. നിക്കടാ. സൂക്ഷിക്കണം. പോലീസിന്റെ കയ്യിൽ പോയി പെടരുത്. പെട്ടാ കൂമ്പിനിട്ടിട്ടുള്ള മാക്രി. പിന്നെ വെറും കൈയോടെ ആരും തിരിച്ചു വരികയും ചെയ്യരുത്. എന്ന് വെച്ചാൽ അൽക്കുലത്തിന് സാധനം വേണ്ട. നല്ല കോസ്റ്റലി ആയിട്ട് നോക്കി എടുക്കണേ മക്കളെ. ആ, നീ എവിടെയാ പോണത്? അവരെന്നെ പറഞ്ഞു. ഞാൻ റെയിൽവേ സ്റ്റേഷൻ. തലക്കെട്ടുണ്ടല്ലോ. വീട് കിട്ടിയെടുത്താ. ആ, അവിടുന്ന് പെറുക്കിയെടുത്തു. കായംകുളം കൊച്ചിനിക്കാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പോ മക്കളെ. ചെല്ലി 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 പോ. നീയോ? അത് ഹോട്ടലില്. ഹോട്ടലില്ല. അവിടെ സാപ്പാടി സമയം കളയരുത്. കളക്ഷൻ കറക്റ്റ് ആയിട്ട് എത്തിക്കണം. പോ. ചാടി ചാടി പോ, ചാടി ചാടി പോ. ആ, നീയോ? ഞാൻ മാർക്കറ്റില്. ആ, തിരുത കണ്ട വിടണ്ടാട്ടോ. നല്ല തിരുതനെ പൊരിച്ചില്ല. ഓൾ ദ ബെസ്റ്റ് ആൻഡ് ചെല്ലി ചെല്ലി. അയ്യോ, പോക്കറ്റ് അടിക്കാനാ. ആ, ബ്ലേഡ് കത്രയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. പച്ച വിട്ടിട്ടില്ല മക്കളെ. ശരി ശരി, ചെല്ലു മോനെ, ചെല്ലി ചെല്ലു. ഈശ്വര, കണ്ടു പടി മോനെ. തൊഴിലിനോടുള്ള ആത്മാർത്ഥത. അവന്റെ നിപ്പ് കണ്ടില്ലേ? കളക്ടറുടെ മോഹന വിചാരം. ദേഷ്യപ്പെടാറ് ഡാർജിലിംഗ്. അയ്യോ, എന്റെ തങ്കപ്പട ഒന്ന് കലക്കും. കലക്കുവാ. ഞാൻ ഇന്ന് കലക്കി തരാം. നമ്മൾ പോകുന്ന വഴിക്ക് മോൻ പറഞ്ഞ ഹെലികോപ്റ്റർ വാങ്ങിച്ചു തരാവേ. കേട്ടോ? ശരി, പോ. ഡീസന്റ് ആവും, ഡീസന്റ് ആവും. വരണം സർ. വരൂ മാഡം, പ്ലീസ്. ഹലോ. എന്ത് സർ വേണ്ടത്? ഷോ മീ ദി ചെയിൻസ് latest. ഞങ്ങൾക്ക് ഒരു 10 പവനോളം വരുന്ന പുതിയ ഫാഷനിലുള്ള ഒരു ചെയിൻ വേണം. അല്ലേ ചേട്ടാ? Yeah, yeah. Sir. 10 pavans. Is it Indian jewelry? Yeah. Very bad. ഇഷ്ടപ്പെട്ടില്ല? ഓ, അയ്യോ. Life is beautiful. ഓ, nice to meet you. ഇതല്ലേ ചേട്ടാ മാല? No, no, this is not. That is. അല്ല, ഇതാണ് ചേട്ടാ. ഞാനല്ലേ ആ മാല പർച്ചേസ് ചെയ്തത്. കലി കലി. കൊള്ളിനെ കുറിച്ച് കൂമ്പിടിച്ചു പോട്ടും. ഇത് ഷോപ്പാണ്. റിമെമ്പർ മീ. ഓ, നൈസ്. ഏത് മലയാണ് സർ? എന്റെ സിസ്റ്ററിന് വേണ്ടി ഇതുപോലൊരു മാല പർച്ചേസ് ചെയ്തിരുന്നു. ഇറ്റ്സ് ഇനഫ്. ഹൗ മച്ച് ഗ്രാം വെയിറ്റ്? 79,300 ഉണ്ട്. അയ്യോ, 10 പവൻ തികച്ചില്ല. Too bad like that. അല്ല, നല്ലതാ. That's enough. Okay. Please count it immediately because I'm very busy. ഓ, man. തന്നെ തന്നെ. രൂപ. Oh, can I give check? അയ്യോ സർ, ചെക്ക് സ്വീകരിക്കാൻ ഇവിടെ മുതലാളിയില്ല. Yeah. ഈ മാല മാറ്റി വെച്ചേക്കും. ഹാഫ് ആൻ അവർ കഴിഞ്ഞ് വന്നെടുത്തോളാം. ഓക്കെ. Anything wrong? നത്തിങ്. Any doubt? നോ ഡൗട്ട് സർ. Hi beauty. പോക്കറ്റിലിരിക്കണോ? മച്ചാൻ ഞാൻ കയറി പിടിച്ചിട്ടില്ല. അയ്യോ, എന്താ? ഞാനല്ല. അയ്യോ, മോശം. പോലീസുകാരനായിരിക്കും. അയ്യോ, ഇന്നലെ ചേച്ചി ഒന്നും പറയല്ലേ? അയ്യോ, 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 ചെയ്യല്ലേ? അയ്യോ, ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഞാൻ കണ്ടിട്ടില്ല. ഞാനല്ല കയറി പിടിച്ച- എന്താ ഇടലേ കള്ളനാ. മുക്കൊണ്ട് വെച്ചിട്ട് സ്വർണ്ണമാല മോഷ്ടിച്ചവനാ. നീനകളെ കുരുതി അപ്പോഴേ പറഞ്ഞതാ, ഈ പ്ലാനിങ്ങിന് ഈ ചെറുക്കനെ ചേർക്കണ്ടെന്ന്. ചേച്ചി സ്വപ്പം വഴിവിടുന്ന കല്യാണമുണ്ട്. കോട്ട് വാടക
ചേട്ടാ ഇതിനുണ്ടോ ദൈവം ശിക്ഷ തന്നു. ഞാൻ നോക്കണം അവിടെ ചേട്ടാ അടുക്കരുത്, ഒച്ചടത്ത് അടുക്കരുത്, എല്ലാത്തിനും ഞാൻ വെടിവെച്ച് കൊല്ലും. അല്ല കത്തിയോട് കുത്തിക്കൊല്ലും ഞാൻ. പുതിയ കത്തിയാണ് മൂർത്തിയില്ലാതെ അടുക്കരുത്, കൊല്ലും ഞാൻ. കൈ മുറിച്ച് ഓടിക്കാം, കൊല്ലും ഞാൻ. ഓടിക്കോടി. അത് കഴിഞ്ഞ് ഓടാം. ചേട്ടങ്ങി പോലെ ഈ പോലെ പടിയിലില്ല. ആപ്പിള് അയ്യോ ഇപ്പൊ ആപ്പിൾ കത്തിയാൻ പറ്റില്ല. ആപ്പിള് ബോംബ് ആപ്പിൾ ബോംബ്, ആപ്പിൾ. ഇത് ആപ്പിൾ ബോംബാണ്. ഇത് കടിച്ച പൊട്ടും, പൊട്ടി എല്ലാവരും ചാവും. ഞാൻ ഇപ്പൊ കടിക്കും, ഇപ്പൊ കടിക്കും, ഞാൻ കടിക്കും. അത് ബോംബല്ല, വെറും ആപ്പിളാ. പിന്നെ വന്ന് ഈ കാലിലാണ് നമ്മൾ അന്തകൻ. അതിനവര് കണ്ണു കാണാൻ നല്ല മനുഷ്യ അന്തകൻ. നമ്മുടെ നായര്.